ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഇടെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം കുറച്ചധികം ദിവസമായിട്ട് ഡെയിലി എനിക്ക് കൊറിയർ അയക്കാൻ പോകാണ്ടാവും. ഒരൊറ്റ പോളറോയിഡ്സിൻ്റെ സെറ്റോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അന്ന് തന്നെ അയക്കൽ മസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിനായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാനൊരു പൂതി. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു ഡേ ആണ്. ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ചപ്പാത്തി ആയിരുന്നു. എനിക്ക് പൊതുവേ ചപ്പാത്തി വലിയ ഇഷ്ടമല്ല. പിന്നെ നല്ല രാവിലെയും കൂടെ ആകുമ്പോൾ അത്രയും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ബ്രെഡും പിന്നെ ന്യൂട്ടൽ ഉണ്ടായിന് അമ്ലുവിന് വാങ്ങിയിട്ടുള്ളത്, അതും കൂടെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ന്യൂട്ടലൊക്കെ വാങ്ങിയിട്ട് ഒരു 2 വർഷം 3 വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ ഫസ്റ്റ് റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത അന്നാണ് ഞാൻ ലാസ്റ്റായിട്ട് ന്യൂട്ടല വാങ്ങിയിട്ടുള്ളത്. കാരണം എനിക്ക് ആ ഒരു വീഡിയോയിൽ കാണിച്ചുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തായാലും ബ്രെഡ് ന്യൂട്ടലൊക്കെ കഴിക്കാൻ വിചാരിച്ചല്ലേ, എന്നാൽ പിന്നെ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ബട്ടറിൽ ബ്രെഡ് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടതിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇടയിൽ അങ്ങനെ കൊറിയർ അയക്കാനും പ്രിൻ്റ് ചെയ്യാനൊക്കെ പോകാനുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. കാരണം എനിക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് വേഗം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ പോകാനുണ്ടല്ലോ എന്നുള്ളതിൽ വേഗം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് എന്നിട്ടൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഡേയിൽ വീഡിയോ എടുക്കലും കുറവാണ്. എന്നാലും ഞാൻ എടുക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വീഡിയോ എടുക്കൽ കുറവാണ് കേട്ടോ. പിന്നെ ഫോണിലും സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും എടുത്തു വെച്ച വീഡിയോസൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കോഫിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഭയങ്കര കോഫി അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം ആണ്, പക്ഷെ ഇത്രയ്ക്കില്ലേനു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ കുടിക്കലുള്ളേനു. പക്ഷെ ഇപ്പം എനിക്ക് ഡെയിലി കോഫി വേണം എന്നുള്ള ആ ഒരു ഇതിലാണ്. എന്തായാലും എനിക്ക് മാറ്റണം എന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അതങ്ങോട്ട് കംപ്ലീറ്റ് നിർത്തുന്നതിനേക്കാളും നല്ലത് കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യൂല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചായ കുടിക്കണേനോ കോഫി കുടിക്കണേനൊക്കെ ഇപ്പോൾ ഇത്ര വലിയ സംഭവമാക്കിയിട്ട് ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറയണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മളങ്ങനെ അഡിക്റ്റ് ആവുന്ന രീതിയിൽ ഒരു കാര്യം കൊണ്ടുപോകരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് അതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയ്ക്ക് എത്തരുത്, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറച്ചധികം നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ കഴിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ നേരത്തൊന്നും ഫോൺ എടുക്കാൻ ചിലപ്പോൾ തോന്നില്ല. എനിക്ക് എവിടേക്കെങ്കിലും പോകാണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിലോ അതങ്ങോട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. അത് ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യാനൊക്കെ പോകാണ്ടെങ്കിൽ വേഗം പോയിട്ട് അത് ചെയ്ത് തിരിച്ച് വരണം എന്നുള്ളൊരു ചിന്തക്കാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യണ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡാക്കിയിട്ട് ഞാനങ്ങനെ വേഗം പോകാൻ വേണ്ടി നോക്കും. പോയി വന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താലും വേണ്ടില്ല, പോണതിൻ്റെ മുന്നേ ഒന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇന്ന് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം അങ്ങനെ ഇരുന്ന് ഫോണിലൊക്കെ നോക്കിയിട്ടുണ്ടേനു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് ഇന്ന് ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഉമ്മല്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ എനിക്ക് ചോറിനുള്ള കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇതും രാവിലെ തന്നെ അങ്ങോട്ട് തീർത്ത് വെച്ചാൽ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് വർക്കും ചെയ്യാണ്ട്, അത് വേറെ കാര്യം. എന്തായാലും ഇതങ്ങോട്ട് ചെയ്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ക്യാബേജ് ഉണ്ടായിരുന്നു ഒരു പീസ് എന്നോ എടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് അങ്ങനെ ഉപ്പേരിയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ സോയാബീനും നാളെ എടുത്തതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതും ഫ്രൈ ആക്കി എടുക്കാമെന്ന് കരുതി. എനിക്ക് പിന്നെ കറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കറി അങ്ങനെ ഞാൻ ഒറ്റക്കൊള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല എന്നല്ല. അങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയോ അതേപോലെ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കൂടുതലും ചോറയ്ക്കലുള്ളത്. ഈ ക്യാരറ്റും ക്യാബേജും ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒപ്പം ഉപ്പേരി വെക്കണത്. ഇങ്ങനെ ഉണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് രണ്ടും ഇങ്ങനെ ഉണ്ടായിപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ഉണ്ടാക്കി നോക്കാത്ത എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാലോ വിചാരിച്ചിട്ട്. അങ്ങനെ അത് രണ്ടും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും കട്ട് ചെയ്തിടുന്നുണ്ട്. ഉപ്പ് ആദ്യം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചട്ടിയിലിടുന്ന സമയത്ത് ഇളക്കാൻ നിൽക്കണ്ട. അതല്ലേ നമ്മളെടുത്ത പാത്രം ചെറുതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ട് ഇളക്കാൻ കുറച്ച് പണിയാകാരം, പകുതി താഴെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കൂലേ, നമ്മളെല്ലാത്തിനും ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ അതേപോലെ കടുക് വറുത്തിട്ട് ഉണ്ടാക്കുകയാണ്.
ആ സമയം കൊണ്ട് തന്നെ സോയാബീനും സോക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മസാല പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതും കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു 2-3 വീഡിയോൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയണ്ടല്ലോ. അതങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ സോയാബീനും കൂടെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഡ്രൈ ഫ്രൈ പോലെ ആക്കുക കേട്ടോ ചെയ്യണേ. ആദ്യം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കുക്കായി എന്ന് തോന്നിയാൽ പിന്നെ തീ കൂട്ടിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ ഞാൻ നേരെ റൂമിൽ വന്നിട്ട് അടിച്ചു വാരി തുടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അങ്ങനെ ഇന്നലെ രാത്രി ഒന്നും വലിയ കട്ടിങ്ങും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ കുറേ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ക്ലീൻ ആക്കി ഇടലും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനേ ഉള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡോ വല്ല ടേബിളോ ചെറുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ വെറുതെ നിറയും. നമ്മൾ എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ കാര്യം വെക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഒരു കുപ്പിവിളക്ക് ഭയങ്കര പൂതിയായിരുന്നു. ഒരൊറ്റ ബ്ലാക്ക് വള മാത്രമേ ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് കയ്യിലിട്ട് നടക്കും. അപ്പോൾ അങ്ങനെ 2-3 പൊട്ടിയിട്ട് ഇത് ലാസ്റ്റ് ഉള്ളതേനു. അപ്പോൾ അതും ഇന്നലെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്നപ്പോൾ പൊട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റാൻഡിൽ വെച്ചതാണ്. പിന്നെ ഞാൻ വായിച്ച് പകുതിയാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ബുക്കും ക്യാൻഡിൽസൊക്കെ ഉണ്ട്. ഇത് അനിയ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഓന് കാലിക്കറ്റ് പോയപ്പോൾ ബീച്ചിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതേനു. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ആഴ്ച മുന്നേ ബാംഗ്ലൂർക്ക് കൊറിയർ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ അഡ്രസ്സിൽ എന്തോ മിസ്റ്റേക്ക് വന്നുകൊണ്ട് തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും മാന്തിയതാണോ അതോ എലി കടിച്ചതാണോ എന്താ ഒന്നും അറിയില്ല. എന്തായാലും ഇത് എനിക്ക് കസ്റ്റമറിന് അങ്ങോട്ട് തന്നെ ഒന്നുകൂടെ റീസെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ അവിടുത്തെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അടുക്കളയിൽ വന്നിട്ട് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ചെയ്യുകയാണ്. നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ കഴുകാനും ഗ്യാസ് സ്റ്റൗ ക്ലീൻ ആക്കാനും അതൊക്കെ. ഇതിപ്പോൾ ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ടേബിളും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ നേരെ വീടൊക്കെ തുടക്കാമെന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പെട്ടെന്ന് പോയി കളക്ട് ചെയ്തു. ഇത് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കാമെന്ന് കരുതി. എനിക്കറിയാം കേട്ടോ എന്താ ഉള്ളതെന്ന്. എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബോട്ടിലാണ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ അടുക്കളയിൽ പോകുന്ന സമയത്തൊക്കെ അവിടെ നിന്നും വെള്ളം എടുത്ത് കുടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വല്ലാതെ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് കാണാത്തത്. എനിക്ക് ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ ഞാൻ അല്ലാതെയും കുടിക്കാൻ നോക്കലുണ്ട്. നമ്മൾ വെറുതെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കല അങ്ങനെയും. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ 3 ലിറ്റർ ഏകദേശം ആയിക്കോളും. ഇനി നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു പാക്കേജ് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. ഇത് ഇമ്മ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്കറിയാം ഇതിലെന്താണെന്നുള്ളത്. പിന്നെ ഇമ്മ വരുന്ന വരെ തുറക്കാതെക്കാനൊന്നും എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായി ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കണേ. നമുക്ക് വെജിറ്റബിൾസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട്. ഇത് ഞാൻ 6 പീസ് വരുന്ന സെറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ക്വാണ്ടിറ്റി കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 6 ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം ഉണ്ട്. റേറ്റ് ഏകദേശം 250 240 അത്രയൊക്കെയാണ് തോന്നുന്നുണ്ടെങ്കിൽ, ശരിക്കും ഓർമ്മയില്ല. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല, പക്ഷേ ഭയങ്കര ചീപ്പും അല്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ടിന് വേർത്താണെന്ന് എനിക്ക് തോന്നി. ഇതിങ്ങനെ ലിഡും ബോക്സും പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നമ്മൾ വെള്ളത്തോടൊക്കെ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ ഡ്രെയിനായി പോകാനുള്ള എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഓരോന്നങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഉണക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുള്ളൂ. അതെന്തായാലും പിന്നെ ക്ലീൻ ആക്കാന്നുള്ള രീതിക്ക് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് പപ്പായ ഇന്നലെ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് കരുതി. എനിക്ക് പഴുത്ത പപ്പായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങാനുള്ള വഴി വേറെ കിട്ടാൻ വഴിയൊന്നുമില്ല. അപ്പോൾ എപ്പോഴൊന്നും വാങ്ങലില്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ പൂതിയാകുമ്പോൾ കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ അങ്ങനെ വാങ്ങും.
ഇത് പിന്നെ ഒന്ന് ഫുള്ളായിട്ട് വാങ്ങിയിട്ട് കേടന്ന് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പീസ് കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതങ്ങനെ വാങ്ങിയതാണ്. ഇതിലാണെങ്കിൽ അത്യാവശ്യം കുറേ സീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മുന്നേ ഞാൻ വാങ്ങിയതിൽ ഒരൊറ്റ സീഡും കൂടി ഇല്ലായിരുന്നു. ഇതിലാണെങ്കിൽ കുറേ ഉണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ വെറുതെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കാൻ ഭയങ്കര സാറ്റിസ്ഫൈങ്, ജെല്ലി പോലെ ഈ ഓർബീസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ തൊലി കളയാന്നുള്ളത് ഭയങ്കര പണിയായിട്ട് തോന്നിയിട്ടുണ്ട്. പീലർ വെച്ചിട്ട് കളഞ്ഞാലും ഒരു കട്ടി പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ അങ്ങനെ ചെത്തി കളയണം. എന്തായാലും അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ച് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ചതും കൊണ്ട് റൂമിൽ വന്നിട്ട് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം സമയം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഇപ്പം തന്നെ കഴുകി വെച്ചാൽ വൈകുന്നേരം അല്ലെങ്കിൽ നാളെയൊക്കെ ആകുമ്പോഴേക്ക് എടുത്ത് വെക്കാലോ എന്നുള്ള രീതിക്ക് അങ്ങനെ അതൊക്കെ ജസ്റ്റ് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ടേനു. ഞാൻ അന്ന് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ. കാരണം അന്ന് എന്തായാലും വെറുതിരിക്കല്ലേ. പക്ഷേ ഇതൊക്കെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഇരുട്ട് മൂടി മഴ പെയ്യാനായ പോലെ ആയിട്ട് അടുക്കളയിലൊന്നും തീരെ വെളിച്ചല്ലേനു. അപ്പോൾ പിന്നെ ഞാൻ അന്ന് സെറ്റ് ചെയ്യാനൊന്നും ഓർഗനൈസ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. എന്തായാലും അതൊക്കെ ക്ലീൻ ആക്കി ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കണുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പിന്നെ പിറ്റേ ദിവസം ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. തിരിച്ച് റൂമിൽ വന്നിട്ട് എനിക്ക് കുറച്ച് പോളറോയിഡ്സ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഇങ്ങനെ മഴ പുറത്ത് പെയ്യണോണ്ട് തന്നെ റൂമിൽ അത്യാവശ്യം ഇരുട്ടാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊന്നും എന്തായാലും വേറെ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ എന്തായാലും പോളറോയിഡ്സ് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം നേരം എടുത്തിട്ട് അത് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3 കസ്റ്റമേഴ്സിനുള്ളതാണ്. അതിൽ ഒന്ന് ഒരു സെറ്റും ബാക്കി 2 2 സെറ്റ് വീതും അങ്ങനെയാണുള്ളത്. പിന്നെ ആ 3 സെറ്റിൻ്റെ കൂടെ വെറുതെ ഞാൻ പ്രിൻറ്റ് ചെയ്തപ്പോൾ എക്സ്ട്രാ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ വുമൻസ് ഫോർ അവർ എന്നൊക്കെ പ്രിൻറ്റ് ചെയ്ത് അങ്ങനെ സെയിം 3 വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്തിട്ടുള്ള പീസും ഒക്കെ എടുത്ത് കളയാണ് കേട്ടോ ചെയ്യണത്. അടിച്ചു വാരി ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ താഴേക്കൊന്നും ആക്കാണ്ട് ഫുള്ള് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്യാനേ ഉള്ളൂ. അത് പിന്നെ രാത്രിയോ നാളെ രാവിലെയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. എന്തായാലും കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സമാധാനമാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോഴത്തേന് ഏകദേശം 3:30 ആ സമയം ആയിട്ടുണ്ടായിരുന്നു. ആ നേരം ആയപ്പോഴത്തേന് മഴ ഒന്ന് കുറഞ്ഞ് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴ തോർന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി. ഇത് ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അമൂലിൻ്റെ ഒരു ടീ മിക്സ് ആണ്, മസാല ടീൻ്റെ മിക്സ് ആണ്. ഇതിൻ്റെ സെയിം ബ്രാൻഡ് ഈ സെയിം ടൈപ്പ് തന്നെ ഞാൻ മുന്നേ ജിഞ്ചർ ടീൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനത്തെ ടീ മിക്സ് ഒന്നും വലിയ കോഫി മിക്സ് ഒന്നും വലിയ ടേസ്റ്റ് എനിക്ക് തോന്നലില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് എനിക്ക് തോന്നലില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജിഞ്ചർ ടീ വാങ്ങി ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ പോയപ്പോൾ ഞാൻ അതിൻ്റെ മസാല ടീൻ്റെ മിക്സ് വാങ്ങിയതാണ്. പക്ഷേ ഇത് അതിൻ്റെയും അത്ര അങ്ങോട്ട് പോരട്ടോ. അതാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമായത്. പിന്നെ ഞാൻ അതൊക്കെ കൊണ്ട് സിറ്റ് ഔട്ടിൽ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും പിന്നെ കാര്യമായിട്ട് എടുത്തിട്ടില്ല, മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ.